വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഇന്ന് സാധാരണ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഫ്രീ ടൈമിൽ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് ഷോ പീസുകളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, നമുക്ക് കിട്ടുന്ന തന്നെ കുറച്ച് പാഴ്വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നല്ല അടിപൊളി ഷോ പീസസ് ഉണ്ടാക്കാമെന്നുള്ള ഒരു എന്താ പറയേണ്ട ഒരു അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഷെല്ലുകളൊക്കെ ഞാൻ പണ്ട് മാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് മാൽപ്പേ ബീച്ചുണ്ട്, അപ്പോൾ അവിടെ നിന്നും പിന്നെ നമ്മളെ വീട് കെട്ടുന്ന സമയത്ത് നമ്മൾ പൂഴിയൊക്കെ അരിക്കില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ കിട്ടിയ ചിപ്പികൾ എടുത്തു വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കൂടാണ്. കാസർഗോഡ് ഭാഗത്ത് ഇതിനെ പാനി എന്ന് പറയും. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണാം, പ്ലാസ്റ്റിക്കിൻ്റെ കൂടാണ്. അപ്പോൾ ഇത് നമ്മൾ വീട് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒക്കെ ഒഴിക്കാൻ വേണ്ടിയൊക്കെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് പിന്നെ വേസ്റ്റ് ആയി, നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല, ഇതിൽ കുടിക്കാനൊക്കെ വെള്ളമൊന്നും എടുത്ത് വെക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എൻ്റെ അനിയൻ്റെ മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് തോന്നി, നമ്മൾ ചിപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പാനിക്ക് നന്നായിട്ട് ഫെവിക്കോൾ തേച്ച ശേഷം നമ്മൾ എന്ത് ചെയ്തു, ചിപ്പികൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച ശേഷം അതിന് വാർണിഷ് അടിച്ച്, മാത്രമല്ല ചില സ്ഥലങ്ങളിൽ കുറച്ച് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചു. ഇപ്പോൾ ഇത് നമ്മൾ എന്താ പറയേണ്ടത്, നല്ലൊരു ഷോ പീസായിട്ട് ഇരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്തൊരു പൈപ്പ് ഇറക്കി വെച്ചതിന് ശേഷം സിമെൻറ്റും പൂഴിയും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒഴിച്ചു വെച്ചു. എന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ കയറ് കൊണ്ട് കെട്ടി വെച്ചു. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ DIYs കാണാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്തത് ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 5 വർഷമായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇതുപോലെ കുറച്ച് ചട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ മെറ്റാലിക് പെയിന്റ് അടിച്ച് വെച്ചു. ഇപ്പോൾ ഇത് പെൻ ഹോൾഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സംഭവമുണ്ട്, നിങ്ങളെ മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുകയാണ്. വളരെ എളുപ്പമാണ്. ഇങ്ങനെ പല വസ്തുക്കളും പല ഷേപ്പ് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയേണ്ടത്, നമുക്കിതിന് അധികം സമയവും ഇല്ല, അധികം ചിലവും ഇല്ല, നല്ലൊരു അടിപൊളി ഷോ പീസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു മറ്റു രണ്ടിനൊരു ബേസ് ഉണ്ടായിരുന്നു, നമ്മൾ വേറെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഇതിനകത്തൊന്നുമില്ല, പൊള്ളയാണ്. ഇത് മൊത്തം ആ ചിപ്പികൾ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു രൂപം പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അനിയന് വെറുതെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ അവൻ ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലൊരു രൂപം വന്നപ്പം കുറച്ച് കൂടുതൽ വൃത്തിയായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത് താഴെ കൊടുത്തിട്ടുള്ളത് എളമ്പക്കയുടെ വലിയ ഷെല്ലാണ്. അതിന് പിന്നെ പെയിൻറ്റും പിന്നെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒരു മെറ്റാലിക് കളറും കൂടെ കൊടുത്തിട്ട് ഈ പ്രതിമ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നന്നായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രണ്ട് സൈഡായിട്ട്, ഒന്ന് ഒരു ഫീമെയിൽ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ തല ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഒരു മെയിൽ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ നമുക്കറിയില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് നന്നാവോ അല്ല ഇത് കാണാൻ ഭംഗി ഉണ്ടാവും ഒന്നും അറിയില്ല, വെറുതെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇപ്പോഴും വീട്ടിൽ ഷോക്കേസിൽ ഇത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ തല കണ്ടോ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇതിനിപ്പം ഈ ഇതിൻ്റെ ബോഡി ഒന്ന് മൊത്തമായിട്ട് തിരിച്ചു കൊടുത്താൽ ഒരു ആണുങ്ങളുടെ ഒരു മേൽ പോലെ ഇങ്ങനെ തോന്നും. ആ സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ് ആ സമയത്ത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു സിമ്പിളായിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, സെല്ലോ ടേപ്പ് തീർന്ന സമയത്ത് അതിനൊരു ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സംഭവം ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് നമ്മൾ പശ തേച്ചിട്ട് പൂഴിയിട്ടു. അപ്പോൾ അത് കുറച്ച് ഹാർഡായിട്ട് മാറി. അതിന് ശേഷം അതിൻ്റെ പുറത്ത് മൊത്തം ഫെവിക്കോൾ വെച്ച ശേഷം ആ ചിപ്പികൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് മൊത്തം അടുപ്പിച്ച് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഇതുപോലൊരു വലിയ ചിപ്പി ഉണ്ടായിരുന്നു, അതിനെ ഹാൻഡിലാക്കി മാറ്റി. എന്നിട്ട് നല്ല നമ്മൾ മെറ്റാലിക് കളറും കുറച്ച് വാർണിഷൊക്കെ അടിച്ചപ്പോൾ നല്ലൊരു അടിപൊളി കപ്പായി മാറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കുറച്ച് ചെറുതായ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി, ആ സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റൈലായി വെച്ചു. പിന്നെ ഇതുപോലെ പെയിൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ പെയിൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചു. പക്ഷേ അത്രയും 5-6 വർഷമായിട്ട് ഇത് ഒന്നും സംഭവിക്കാതെ ഇപ്പോഴും വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്താ പറയേണ്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. ഇതെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ എവിടെയോ ടൂറ് പോയപ്പോൾ കണ്ടൊരു സംഭവമാണ്. പക്ഷേ വില ഒരുപാട് പറഞ്ഞപ്പോൾ വാങ്ങാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് അതിനെ ഒന്ന്
ഉണ്ടാക്കി നോക്കിയതാണ്. ജസ്റ്റ് സിമ്പിളാണ്. തേങ്ങയിൽ ജസ്റ്റ് അത് മുകൾ ഭാഗം കളഞ്ഞിട്ട് അതിന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഒരു ബോട്ടിൽ ഇറക്കി വെച്ച് എന്നിട്ട് കയറ് കൊണ്ട് ഇങ്ങനെ ചുറ്റി. പിന്നെ സൈഡിൽ കാണുന്നത് ഒരു കമ്പിയാണ്, അതിനും കയറ് വെച്ച് ചുറ്റി. ഇപ്പം നമ്മൾ കുറച്ച് പഴുത് ഒരു 5-6 വർഷം ആയതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഫേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വാർണിഷൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ സാധനമാണിത്. അപ്പോൾ എന്താ പറയണ്ടേ, ഇനിയും ഒരുപാട് ക്യൂരിയോസ് ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇനിയും ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഫ്രീ ടൈം വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇത്ര ഒരു സംഭവം കൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.